നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 114 അധ്യായം 7 വാക്യം. ഭൂമിയെ യഹോവയുടെ സന്നിധിയിൽ, യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിറകൊള്ളുക. ഏറ്റവും പ്രിയമുള്ളവരെ, ഇവിടെ ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ നിവാസികളായ നമ്മെ തന്നെയാണ്. അതായത് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടികളായ മനുഷ്യരെ. ഇവിടെ മനുഷ്യരോട് വചനം ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ സന്നിധിയിൽ, പ്രത്യേകിച്ച് യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിറകൊള്ളണമെന്നും അവിടുത്തെ സാഷ്ടാംഗം പ്രണമിക്കണമെന്നും. സൃഷ്ടാവായ ദൈവത്തോട് വിധേയത്വമുള്ളവരായിരിക്കുവാൻ സൃഷ്ടികളായ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്ന വചനഭാഗമാണിത്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൃഷ്ടാവായ ദൈവത്തോട് ചേർന്നിരിക്കുവാനും അവിടുത്തെ തിരുമുൻപിൽ മുട്ടുകൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തല വണങ്ങി ആ ദൈവത്തിന് മുൻപിൽ നമ്മുടെ ഹൃദയത്തെ തുറക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഭൂമിയിലെ സകല നിവാസികളും അത്തരത്തിൽ സ്വർഗത്തിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എത്രമാത്രം സന്തോഷിക്കും എന്നതിന് കണക്കില്ല. ആ സ്വർഗത്തിന്റെ സന്തോഷത്തിന് ഭാഗമാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സ്വർഗം ആനന്ദിച്ചുല്ലസിക്കുമ്പോൾ ഭൂമിയും അതിന്റെ സന്തോഷം അനുഭവിക്കുക തന്നെ ചെയ്യും. അതായത് മനുഷ്യരായ നാം ഓരോരുത്തരും ആ സന്തോഷം ആത്മാവിൽ അനുഭവിച്ചറിയും എന്നതിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഒരു സന്തോഷം അനുഭവിച്ചറിയാൻ ഈ വചനം നമ്മെ ശക്തരാക്കട്ടെ, പ്രാപ്തരാക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വേദപണ്ഡിതന്മാരുടെ വിശുദ്ധനെന്ന് അറിയപ്പെടുന്ന വിശുദ്ധ അഗസ്റ്റിൻ ഒരിക്കൽ ഒരു കടൽ തീരത്തിലൂടെ ധ്യാനിച്ചുകൊണ്ട് നടക്കുകയാണ്. അദ്ദേഹം അപ്പോൾ ചിന്തിക്കുകയാണ്, സർവശക്തനായ ദൈവത്തിന് എന്തുമാത്രം കഴിവുകളുണ്ട്. അദ്ദേഹം എത്രമാത്രം ആത്മാർത്ഥമായാണ് മനുഷ്യരെ സ്നേഹിക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എങ്കിലും അനന്തമായ സ്നേഹത്തിന് എവിടെയെങ്കിലും ഒരു അതിർവരമ്പുണ്ടോ? എവിടെയെങ്കിലും ദൈവത്തിന്റെ സ്നേഹം അവസാനിക്കുന്നുണ്ടോ? ദൈവത്തിന് കഴിയാത്തതായിട്ട്, ദൈവത്തിന്റെ കഴിവിൽ കവിഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ഈ ലോകത്തിന്റെ അതിർത്തിയോളം ഒന്ന് യാത്ര ചെയ്താൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സന്ദർഭം കണ്ടെത്താൻ സാധിക്കുമോ? കാരണം ഒത്തിരിയേറെ ജീവിതാനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേർ ഈ വൈദികന്റെ, ഈ പുരോഹിതന്റെ അടുത്തേക്ക് കടന്നു വരുന്നുമുണ്ട്. എന്നിട്ടും അവിടെ നിന്നും തനിക്ക് മനസ്സിലായ കാര്യം പലരുടെയും ജീവിതം ദുരിതപൂർണമാണ്. ഒരുപക്ഷെ ഇതൊക്കെ ദൈവം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ? അതോ ഇതൊക്കെ ദൈവം അവർക്ക് നൽകുന്ന ശിക്ഷയായിരിക്കുമോ? അതോ ദൈവത്തിന് അവരെ സമാധാനിപ്പിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടുള്ള വേദനകളായിരിക്കുമോ അവർ അനുഭവിക്കുന്നത്? അങ്ങനെ മനുഷ്യ സഹജമായ ഒത്തിരി അനവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ആ വിശുദ്ധന്റെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കാണുന്നു. ആ കാഴ്ച എന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ബോബി അങ്കിൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിക്കുന്നു അല്ലേ? അതെ. അങ്കിളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനും അമ്മയും ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ഭാര്യ പിണങ്ങിപ്പോയി വിവാഹ ബന്ധമൊക്കെ വേർപെടുത്താനൊക്കെ നിൽക്കുകയാണ്. കുടുംബ കോടതിയിലൊക്കെ പോകാനോട്ട് നിൽക്കുകയാണ്. ഇപ്പൊ എന്റെ ഭാര്യ എന്നെ വിട്ടു പോയിട്ട് 25 ദിവസമായി. അങ്കിളെ സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും നമ്മൾ പറയില്ലേ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അപ്പൊ അങ്കിളെ, എന്തായാലും വചന സമീക്ഷ എല്ലാ ദിവസവും കാണുന്ന ആളാണോ? അങ്കിളെ അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? എന്നിട്ട് തുടർന്ന് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സുഖഭോഗിനിയും സുരക്ഷിതയായും ഇരിക്കുന്ന കൽദേർ ഹൃദയത്തിൽ പറയുന്നത് എന്തായിരുന്നു? ആകിയാൽ ഞാൻ എനിക്ക് തുല്യമായി മറ്റാരുമില്ല, ഞാൻ വിധവയായിരിക്കില്ല, പുത്രനഷ്ടം അറിയുകയുമില്ല. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഞാൻ മാത്രം, എനിക്ക് തുല്യയായി മറ്റാരുമില്ല, ഞാൻ വിധവയാവുകയില്ല, പുത്രനഷ്ടം അറിയുകയുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: പുത്രനഷ്ടവും വൈധവ്യവും ഒരു ദിവസം തന്നെ ബാബിലോണിന് വരാനുണ്ടായ കാരണം എന്തായിരുന്നു? പുത്രനഷ്ടം അറിയുമില്ല,
എന്ന് ഹൃദയത്തെ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയായുള്ളവേ ഇത് കേൾക്ക. പുത്രനഷ്ടം, വൈദ്യം ഇവ രണ്ട് പെട്ടെന്ന് ഒരു ദിവസം പോലെ നിൽക്കും. അതെ, അതെന്തുകൊണ്ടായിരുന്നു ബാബിലോണിന് പുത്രനഷ്ടവും വൈദവ്യവും ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? രണ്ട് കാരണങ്ങൾ പ്രത്യേകിച്ച് മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: ക്ഷുദ്രപ്രയോഗവും ആഭിചാരവും. ബൈബിള് മാറുന്ന അനുസരിച്ച് വേർഡിങ്സ് മാറുന്ന മന്ത്രവാദത്തിന്റെ സെയിം ഇത് തന്നെയാണ് ആഭിചാരം. അതെ അതെ, ബൈബിള് മാറുന്ന അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ, അത് കുഴപ്പമില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ അങ്കിളെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാവോ? എന്നാ പാടിക്കോളൂ. ദൈവത്തിന്റെ ഏകജാതൻ പാപയാഗമായി കാൽവരിയിൽ എന്നെ തേടുന്നവൻ. ദൈവത്തിന്റെ ഏകജാതൻ പാപയാഗമായി കാൽവരിയിൽ എന്നെ തേടി വന്നവൻ. പാപശാപ മൃത്യുവിനടിമയാ പാരിടത്തിൽ വ്യാകുലന പ്രാർത്ഥന വിശ്വസത്തിനന്തമായ രക്ഷ പ്രാപിപ്പാൻ വല്ലഭനെ നീ തുണ ചെയ്തിടണമേ. വിശ്വസത്തിനന്തമായ രക്ഷ പ്രാപിപ്പാൻ വല്ലഭനെ നീ തുണ ചെയ്തിടണമേ. ദൈവത്തിന്റെ ഏകജാതൻ പാപയാഗമായി കാൽവരിയിൽ എന്നെ തേടി വന്നവൻ. അപ്പൊ അങ്കിളെ, നല്ല രീതിക്ക് തന്നെ ഒരു പാട്ടൊക്കെ പാടി നമുക്ക് അതേ സന്തോഷം നിലനിർത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അങ്കിളിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ബാബിലോൺ ആശ്രയിച്ചത് എന്തിലായിരുന്നു? ബാബിലോൺ നിന്റെ ജ്ഞാനവും വിദ്യയും നിന്നെ എത്തിച്ചു കളഞ്ഞു. ഞാൻ മാത്രം എനിക്ക് പ്രിയമായി മറ്റാരുമില്ല. ബാബിലോൺ ആശ്രയിച്ചത് എന്തിലായിരുന്നു? ബാബിലോൺ ആശ്രയിച്ചത് നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ചു. ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. അതെ, അതാണ് ശരി ഉത്തരം. അതാണ്, അവരവരുടെ ദുഷ്ടതയിലാണ് ആശ്രയിച്ചത്. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അവരുടെ ദുഷ്ടതയിൽ. കൺഗ്രാറ്റുലേഷൻസ് അങ്കിളെ, മൂന്നാമത്തെ ചോദ്യം അപ്പൊ ശരിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം അവസാനത്തെ ചോദ്യം ഇതാണ്: ബാബിലോൺ എന്ത് പറഞ്ഞാണ് ദുഷ്ടത പ്രവർത്തിച്ചത്? അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും. നിന്നാൽ പരിഹരിക്കാൻ കഴിയാത്ത ആപത്തും നിനക്ക് വരും. നീ അറിയാത്ത നാശം പെട്ടെന്ന് നിന്റെ മേൽ വരും. അതല്ല അങ്കിളെ, ആൻസർ അതല്ല, അങ്ങനല്ല. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടൊന്ന് കേൾക്കണേ. ബാബിലോൺ എന്ത് പറഞ്ഞാണ് ദുഷ്ടത പ്രവർത്തിച്ചത്? അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് തെറ്റിലോട്ട് പോയത്. നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ച് ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്ത് പറഞ്ഞാണ് അവർ? അപ്പം എന്താണ് പറഞ്ഞത്? അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ആരും എന്നെ കാണുന്നില്ല. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്, 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോ അങ്കിളെ, അപ്പൊ എന്ത് തന്നെയായാലും 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകി. അപ്പൊ അങ്കിള് ഹാപ്പി ആയെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ടൊരു പാട്ടൊക്കെ പാടി. അപ്പൊ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക കേട്ടോ. എന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും പ്രാർത്ഥിച്ചോളാം. ഓക്കെ, താങ്ക് യു അങ്കിളെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോളിൽ ഉണ്ടായിരുന്നത് ബോബി അങ്കിളായിരുന്നു, നെയ്യാറ്റിൻകരയിൽ നിന്നുള്ളത്. അപ്പോൾ അങ്കിള് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ നിയോഗങ്ങളെ കൂടി നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. ആ കുടുംബത്തിന് വേണ്ടിയിട്ടും അങ്കിളിന് വേണ്ടിയിട്ടൊക്കെ നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. നമ്മുടെ വിശുദ്ധ അഗസ്റ്റിൻ കടൽ തീരത്തോട് നടന്ന് മനുഷ്യസഹജമായ ചിന്തകളാൽ ഉഴറുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ അവസാനമായിട്ട് കണ്ടത്. പക്ഷെ അദ്ദേഹം എന്തോ ഒരു കാഴ്ച കണ്ട് പെട്ടെന്ന് അവിടെ തന്നെ നിന്നു പോവുകയാണ്. അപ്പോൾ എന്താണ് ആ കാഴ്ച എന്നുള്ള വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. അദ്ദേഹം കാണുന്നത് ഒരു ചെറിയ കുഞ്ഞ്. അവൻ ആ കടൽ തീരത്തിരുന്നു കൊണ്ട് മണൽപ്പരപ്പിൽ ചെറിയ കുഴികൾ കുഴിച്ച് ആ കുഴിയിലേക്ക് നമ്മൾ ഈ കടൽ തീരത്തൊക്കെ കാണുന്നത് പോലുള്ള ചെറിയ തരത്തിലുള്ള കക്ക അതെടുത്ത് കടലിലേക്ക് ഓടുകയാണ്. കടലിൽ നിന്നും വെള്ളം നിറച്ച് തിരികെ ഈ കുഴിയിലേക്ക് കൊണ്ടൊഴിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കുഴികൾ അവൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കക്കകൾ കൊണ്ട് വെള്ളം നിറച്ച് ആ കുഴികളെ നിറയ്ക്കുന്നുമുണ്ട്.
ഇത് കണ്ട് വിശുദ്ധ അഗസ്റ്റിൻ എന്ന ആ ഒരു പുണ്യാത്മാവിന് ഒരു സംശയം ഉണ്ടാവുകയാണ്, ഒരു കൗതുകം ഉണ്ടാവുകയാണ്. എന്തിനാണ് ഈ ബാലൻ ഇങ്ങനെ ചെയ്യുന്നത്? ഇവൻ ഇത് ചെയ്യുന്നത് കൊണ്ട് ഇവന് സമയനഷ്ടമല്ല, ഇവൻ എന്തിനായിരിക്കും പരിശ്രമിക്കുന്നത്? ഇനി അവൻ കുഴിക്കുന്ന കുഴിയിൽ മീനിനെ എന്തെങ്കിലും പിടിച്ചിട്ടിട്ടുണ്ടോ? ആ മീനിനുള്ള വെള്ളമാണോ ഇവൻ ഒഴിക്കുന്നത്? പക്ഷെ എന്നിരുന്നാലും ഇവൻ ചെയ്യുന്നത് മണ്ടത്തരമല്ലേ? ചെറിയ കക്കയിൽ എത്ര വെള്ളം നിറയാനാണ്, എത്ര വെള്ളം കൊള്ളാനാണ് എന്നൊക്കെയുള്ള സംശയം കൊണ്ട് ആകാംക്ഷയോടുകൂടി തന്നെ ആ ബാലന്റെ അടുത്തേക്ക് ഇദ്ദേഹം നടന്നു പോവുകയാണ്. ഈ ബാലന്റെ അടുക്കിലേക്ക് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലയോ കുഞ്ഞെ, നീ എന്തിനാണ് ഇങ്ങനെ കുഴികൾ കുഴിച്ച്, ചെറിയ കുഴികൾ കുഴിച്ച് ഈ വെള്ളം കൊണ്ട് ഇതിലൊഴിക്കുന്നത്? അല്ലെങ്കിൽ നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ? ഈ ചെറിയ കക്കയുടെ തോടാണോ വെള്ളം നിറയ്ക്കാനായിട്ട് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ആ വിരുദ്ധന്റെ ഉത്തരം അദ്ദേഹത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ളതായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലും കൗതുകമുണർത്തുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പോലും കൗതുകമുണർത്തുന്ന രീതിയിലുള്ള ഒരു ഉത്തരമായിരുന്നു അവൻ നൽകിയത്. അവന്റെ ഉത്തരം എന്താണ് എന്നതിലേക്ക് നമുക്ക് മടങ്ങി വരാം. പക്ഷെ അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ കോളറിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മണി ജോസഫ്, കോന്നിന്നാണ് ഞാൻ വിളിക്കുന്നത്. എവിടുന്നാ ആന്റി വിളിക്കുന്നേ? കോന്നി. ഓക്കെ, കോന്നിന്ന് വിളിക്കാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നല്ല മഴയാണ്, ഇച്ചിരി കൂടെ സൗണ്ടിൽ പറയാമോ? പറയാം. മണി ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, എന്റെ മൂത്ത മോന്റെ വൈഫും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഓക്കെ, ഇപ്പൊ അവധിയൊക്കെ അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടോ? ഇല്ല, അവര് കേന്ദ്രീയ വിദ്യാലയത്തിലാ പഠിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഓണത്തിന് അത്ര അവധിയില്ല. 4th തൊട്ട് 2 ദിവസത്തേക്കേ ഉള്ള അവധി. ഓക്കെ. അപ്പൊ ആന്റി വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവകൃപയാല്. ഓക്കെ, അപ്പൊ എന്തായാലും ദൈവകൃപയാൽ തന്നെ നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിച്ചാലോ? പ്രവേശിക്കാം. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. യഹോവ തന്റെ ജനത്തെ ശൂന്യ പ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് വെള്ളം ഒഴുക്കി കൊടുത്തത് എവിടെ നിന്നുമാണ്? അവർക്ക് വെള്ളം, പാറ പിളർന്നപ്പോൾ അവർക്ക് വെള്ളം ചാടി പുറപ്പെട്ടു. സംശയമൊന്നുമില്ല? ഇല്ല. ആന്റിക്ക് സംശയമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സംശയിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, പാറയിൽ നിന്ന്. അപ്പോ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. യഹോവ മരുഭൂമിയിൽ പാറ പിളർന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? വെള്ളം ചാടി പുറപ്പെട്ടു. ഭയങ്കര സിമ്പിൾ ആണെന്ന് തോന്നുന്നു ആന്റിയുടെ ഉത്തരം കേൾക്കുമ്പോൾ. നമ്മൾ ചോദിക്കുന്ന അത്രയും ലാഘവത്തോടാ പറയുന്നേ. അപ്പൊ എന്തായാലും ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, വെള്ളം ചാടി പുറപ്പെട്ടു. അപ്പോ 2 ചോദ്യങ്ങൾ ഇപ്പൊ നമ്മൾ പിന്നിട്ടു. അപ്പൊ ആന്റി, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കയറുന്നതിന് മുൻപേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇന്ന് എന്താ ചെയ്യുന്നത്? പാട്ട് പാടുവാണോ, വചനം പങ്കുവെക്കുവാണോ, എന്താ ചെയ്യാ? ഞാനൊരു വചനം പങ്കുവയ്ക്കാം. ഓക്കെ, മതി, പറഞ്ഞോളൂ. എന്നെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതിസൂര്യൻ എന്റെ ചിറയിന്മേൽ ലോകോപശാന്തിയോട് ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. മാലാഹി പ്രവചനത്തെ 3-ാം അധ്യായത്തില്. ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമുള്ള വചനമാണോ? തീർച്ചയായിട്ടും. ഓക്കെ, തോന്നി പെട്ടെന്ന് വചനം പങ്കുവെക്കാന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോ തോന്നി ഇത് ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന വചനം ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ദുഷ്ടന്മാരെ സംബന്ധിച്ച് എന്ത് സത്യമാണ് യഹോവ അരുളി ചെയ്തത്? ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, അവർക്ക് സമാധാനം ഇല്ല. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, 4ാമത്തെ ചോദ്യം. യഹോവ തന്റെ ദാസനെ വിളിച്ചത് എവിടെ ആയിരുന്നപ്പോഴാണ്? ഗർഭത്തിൽ വെച്ച് തന്നെ വിളിച്ചു. യഹോവ അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ വിളിച്ചു. അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നുമില്ല, സംശയമില്ല. ഒന്നുമില്ല. അപ്പൊ അത് ശരി ഉത്തരമാണ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, ഗർഭാശയത്തിൽ. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. 4 ചോദ്യങ്ങൾക്കും ഒരു സംശയം കൂടാണ്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. താങ്ക് യു. അപ്പോ ആന്റി ഇനിയും വിളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ മണി ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്, കോന്നിയിൽ നിന്നുള്ള മണി ആന്റി.
അപ്പോൾ ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് കൂടി മടങ്ങി വരാം. ഈ ഒരു ബിരുദന്റെ ഉത്തരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. എന്തായിരിക്കും ആ ബാലൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് അറിയാൻ. അപ്പോൾ ഈ ബാലൻ പറയുകയാണ്, അല്ലയോ പിതാവേ, ഞാൻ ഈ കുഴിയൊക്കെ കുഴിച്ച് കക്ക കൊണ്ട് വെള്ളം നിറയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ ഈ കടലിനെ മുഴുവനായിട്ട് വറ്റിക്കാൻ നോക്കുക. ഈ കടലിലെ മുഴുവൻ വെള്ളവും അളന്ന് നോക്കിയിട്ട് ഞാൻ ഇവിടെ ഒഴിക്കുക. ഈ വെള്ളം വറ്റുവോളം ഞാൻ ഇങ്ങനെ തന്നെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. നോക്കിക്കോ, ഒരു ദിവസം ഞാനിത് വറ്റിച്ചിരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ ഇത് കേട്ട് ഈ വിശുദ്ധനായ അഗസ്റ്റിൻ, ആ പുരോഹിതൻ, ആ പിതാവ് പെട്ടെന്നൊന്ന് ചിന്തിക്കുകയാണ്, ഇവൻ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? അനന്തമായിട്ടുള്ള ഈ സാഗരത്തിലെ വെള്ളം ഒരു ജീവിതകാലം മുഴുവൻ എത്ര മനുഷ്യർ ചേർന്ന്, ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അത്രത്തോളം മനുഷ്യർ ചേർന്ന് പരിശ്രമിച്ചാൽ പോലും അത് അളക്കുവാനോ അതുപോലെ തന്നെ അളന്നൊഴിക്കുവാനോ സാധിക്കുകയില്ല. പിന്നെ എന്തിനാണ് ഇവൻ്റെ ഈ ഒരു മണ്ടത്തരത്തിനുള്ള ചിന്ത, അല്ലെങ്കിൽ ഈ ഒരു മണ്ടൻ ചിന്തയ്ക്ക് ബാക്കിയുള്ളവർ പിന്തുണ നൽകുന്നത്, അവൻ്റെ അപ്പനും അമ്മയും പിന്തുണ നൽകുന്നത്? അതുകൊണ്ടായിരിക്കുമല്ലോ അവൻ ഇവിടെ വന്ന് ഇത് ഒഴിക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹം ചിന്തിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇവനെ പറഞ്ഞ് തിരുത്തണം എന്നുള്ളത്. അങ്ങനെ അവരോട് ഒരുപാട് നേരം സംസാരിച്ച് ആ കുഞ്ഞിനെ അവിടെ നിന്ന് മടക്കി വീട്ടിലേക്ക് അയക്കുകയാണ്. പക്ഷെ അവിടെ നിന്നും നടന്നു പോയപ്പോൾ, വീണ്ടും കടൽ തീരത്തിലൂടെ മുന്നിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന് സ്വയം ഒരു ചിന്ത ഉണ്ടാവുകയാണ്. കാരണം ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ നാം സൂചിപ്പിച്ചു, ഇദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇപ്രകാരമായിരുന്നു: ദൈവത്തിൻ്റെ കഴിവിൽ കവിഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹത്തിന് എവിടെയെങ്കിലും അതിർവരമ്പുണ്ടോ? ദൈവത്തിന് സാധിക്കാത്തതായി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം സ്വയം മനസ്സിലാക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കെല്ലാമുള്ള ഉത്തരമാണ് ആ ബാലനിലൂടെ ദൈവം കാട്ടിത്തന്നത് എന്നുള്ളത്. എന്തായിരുന്നു ആ ഉത്തരം, അല്ലെങ്കിൽ ഈ കഥയുടെ സാരാംശവും സന്ദേശവും എന്താണ് എന്നുള്ള ആ ഒരു വിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സാറാമ്മ ജോസഫ് ഫ്രം കോട്ടയം. ഓക്കെ, സാറാമ്മ ആന്റിയാണ്. ആന്റി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ എന്റെ കൊച്ചുമക്കൾ 2 പേരും ഉണ്ട് എന്റെ അടുത്ത്. ഉണ്ട്, അടുത്തുണ്ട്. അപ്പൊ കൊച്ചുമക്കളുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോ സന്തോഷത്തിലാണ്. ആ സന്തോഷം ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഉണ്ട്, 2 പേരും ഉണ്ട്. ഓക്കെ ആന്റി. അപ്പൊ ആന്റി സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സുഖമാണ്. അപ്പൊ ആന്റി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതെ അതെ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? ചോദ്യം ഇതാണ്: ബാബിലോണിനെ തെറ്റിച്ച് കളഞ്ഞത് എന്തെല്ലാമാണ്? ബാബിലോണിനെ തെറ്റിച്ച് കളഞ്ഞത് എന്തെല്ലാമാണ്? അവളുടെ വിദ്യയും ജ്ഞാനവും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവരുടെ ജ്ഞാനവും വിദ്യയും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: അപ്രതീക്ഷിതമായി ബാബിലോണിന് എന്തൊക്കെ സംഭവിക്കുമെന്നാണ് യേശയ്യാവ് പ്രവചിച്ചത്? അവരുടെ അതിന്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കണേ. അപ്രതീക്ഷിതമായി ബാബിലോണിന് എന്തൊക്കെ സംഭവിക്കുമെന്നാണ് യേശയ്യാവ് പ്രവചിച്ചത്? പരിഹരിക്കാൻ കഴിയാത്ത അനർത്ഥം ആപത്ത് വന്നു ഭവിക്കും. പിന്നെന്തെങ്കിലും വേറെ എന്തിനെങ്കിലും കുറിച്ച് പറയുന്നുണ്ടോ? അവള് ചെയ്ത പ്രവൃത്തി ഉണ്ടോ, ഇതൊന്നും പരിഹരിക്കാൻ പറയുന്നു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്. നമ്മൾ ഈ ബൈബിള് മാറുമ്പോൾ വേർഡിങ്സിൽ മാറ്റം ഉണ്ടാകുമല്ലോ. അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയുമെന്നറിയാത്ത നാശം, അപ്രതീക്ഷിതമായ വിനാശം, ഇവയൊക്കെ സംഭവിക്കുമെന്നാണ് പ്രവചിച്ചത്. അതെ അതെ അതെ. അപ്പോ ആന്റി 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സന്തോഷം നമുക്ക് നിലനിർത്തുമ്പോൾ കുഞ്ഞു മക്കളൊക്കെ അടുത്തില്ലേ, ഒരു പാട്ട് പാടാവോ? മാത്രം നീളുവായുസതു നിനച്ചാൽ കഷ്ടത മാത്രം, നീളുമായുസതു നിനച്ചാൽ കഷ്ടത മാത്രം. ദൈവമക്കൾ നമുക്ക് സ്വർഗ സ്വന്ത ദേശം, ദൈവമക്കൾ നമുക്ക് സ്വർഗം സ്വന്ത ദേശം. കേവലം ഈ പാരിടമോ വെറും പരദേശം.
കേവലമീ പാരിടമോ പേറും വരദേശം. ഹലോ ഹലോ ആന്റി, നന്നായിട്ട് പാടിയല്ലോ. ഈ മക്കളൊക്കെ വീട്ടിലെ കുഞ്ഞുമക്കളൊക്കെ ഉള്ളപ്പോ പാടിക്കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് അവർക്ക്. ആ അവരോട് ചോദിച്ചു ഞാൻ ഏത് പാട്ടാടാ പാടുന്നതൊക്കെ ചോദിച്ചു അമ്മമാരോട്. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞു തന്നോ? ആ പറയും, ഇന്ന് എനിക്ക് 2-3 പാട്ട് പറഞ്ഞു തന്നു. അമ്പു അത് പാട്, അമ്പു ഇത് പാടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ പാടിക്കൊടുക്ക കേട്ടോ അവരടുത്തുള്ള സമയത്ത്. ആ ഓക്കെ, അപ്പൊ അവര് ആന്റി പാടും. നമ്മളും പറഞ്ഞപ്പോ ഇപ്പൊ ആന്റി പറഞ്ഞില്ലേ കുഞ്ഞുമക്കള് പാടാൻ പറയുമ്പോ പാടിക്കൊടുക്കില്ല. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോഴും പെട്ടെന്ന് നമുക്ക് വേണ്ടിയിട്ട് കുഞ്ഞുമക്കളെ പോലെ കണ്ട് നമുക്ക് വേണ്ടിയും പാടിയില്ല. ഒരുപാട് നന്ദി കേട്ടോ. സ്തോത്രം. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആയിക്കോട്ടെ മോനെ. ചോദ്യം ഇതാണ്: ബാബിലോണിന് ആദായം ഉണ്ടാകുമായിരുന്ന അവരുടെ പ്രവൃത്തികൾ എന്തെല്ലാമായിരുന്നു? അവരുടെ ആവിചാരം, ജ്യോതിഷം, നക്ഷത്രം നോട്ടം ഒക്കെ അവർക്ക് ആദായം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് ശരിയുത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ബൈബിളിലെ ചില മാറ്റങ്ങൾ അനുസരിച്ച് വാക്കുകളിൽ ഉണ്ടാവുമല്ലോ മാറ്റം. അപ്പം നമ്മുടെ ബൈബിൾ അനുസരിച്ചുള്ള ഉത്തരം ഇങ്ങനെയാണ്: മന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആയിക്കോട്ടെ മോനെ. അപ്പം നമ്മുടെ സാറാമ്മ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: ബാബിലോണിന്റെ മേൽ വരുന്ന അനർത്ഥത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ ആരോട് അപേക്ഷിക്കുവാനാണ് പ്രവാചകൻ പറയുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണേ. ബാബിലോണിന്റെ മേൽ വരുന്ന അനർത്ഥങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ ആരോട് അപേക്ഷിക്കുവാനാണ് പ്രവാചകൻ പറയുന്നത്? നക്ഷത്രം നോക്കുന്നവരോടും മാസാന്തരം പറഞ്ഞു വരുന്നവരോടും രക്ഷിക്കാൻ അപേക്ഷിക്കാൻ പറയുന്നുണ്ട്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: ജ്യോതിഷക്കാർ, നക്ഷത്രം നോക്കുന്നവർ, മാസം തോറും ശകുനം അറിയിക്കുന്നവർ, ഇവരോടൊക്കെ ചോദിക്കാനാണ് പ്രവാചകൻ പറയുന്നത്. വേറെ ഒത്തിരി വ്യത്യാസമുണ്ട് തമ്മിൽ. അത് കുഴപ്പമില്ല. അപ്പൊ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ശരിയായിട്ട് നൽകിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ആന്റി ഇനിയും എന്തായാലും വിളിക്കുക കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോ കുഞ്ഞുമക്കളോടൊക്കെ ഉള്ള ഒരു സമയം നന്നായിട്ട് വിനിയോഗിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വചനം പറയണ്ടയോ? പറഞ്ഞോളൂ ആന്റി. ആന്റി റെഡി ആണെങ്കിൽ പിന്നെ നമ്മൾ റെഡിയല്ലേ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നാം എല്ലാവരും നിൽക്കേണ്ടതാകുന്നു. ഒരു വലിയ ഒരു മുന്നറിയിപ്പാണ് നമുക്ക്. അതെ, നമ്മളിൽ ഓരോരുത്തർക്കും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ, നേരോടെ, ദൈവകൃപയോടെ ഈ ലോകത്തിൽ ജീവിച്ച് അവന്റെ സന്നിധിയിലെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കാൻ ദൈവൻ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കുള്ളൊരു വലിയ താക്കീതായിട്ട്, വലിയ ഇൻഫർമേഷനായിട്ട് നമ്മളത് സ്വീകരിക്കുന്നത് വളരെ സാമ്യമാണ്. ആന്റി പറഞ്ഞ വചനത്തിന്റെ ഒരു അർത്ഥത്തെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇനിയും വചനങ്ങളുമായിട്ട് അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുമായിട്ട് വചന സമീക്ഷയിലേക്ക് വിളിക്കുക കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ആന്റി. താങ്ക് യു സോ മച്ച്. എല്ലാ മക്കളെ അന്വേഷണം പറയണം. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ആന്റി, താങ്ക് യു. ഓക്കെ, അപ്പോൾ സാറാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ നന്നായിട്ടൊരു പാട്ടൊക്കെ പാടി വചനമൊക്കെ പങ്കുവച്ചു. നമ്മളെയും ഉപദേശിക്കുന്ന രീതിക്കുള്ള ഒരു അമ്മയുടെ സ്നേഹമൊക്കെ നമുക്ക് കിട്ടിയെന്ന് തോന്നി ഈ ഒരു കോളിൽ കൂടി. അപ്പോൾ എന്തായാലും ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിനും ആ കുഞ്ഞു മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയുടെ അവസാനത്തിലേക്ക്, നമ്മുടെ ഈ ഒരു അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്തായിരുന്നു ആ വിശുദ്ധന് ലഭിച്ച ഒരു തിരിച്ചറിവ്? അവൻ ആദ്യം ദൈവത്തെ അളക്കുകയായിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തെയും ദൈവത്തിന്റെ കഴിവിനെയും ഒക്കെ അളക്കുകയായിരുന്നു. പിന്നീടാണ് അവന് മനസ്സിലായത് അനന്തമായ സ്നേഹത്തോടു കൂടിയുള്ള ദൈവത്തെ അളക്കുവാൻ. ആ ബാലൻ എന്താണ് പരിശ്രമിച്ചത്? കടലിനെ അളക്കുവാൻ. എന്നാൽ കടൽ എന്നൊരു ഒരു സൃഷ്ടി മാത്രമാണ്. കടലിന്റെ സൃഷ്ടാവായ ദൈവത്തെ പോലും അളക്കുവാൻ ഞാൻ മുതിർന്നല്ലോ. അവൻ ആ കുഞ്ഞ് കക്കയുടെ തോടിൽ വെള്ളം കോരി ഒഴിച്ചതുപോലെ തന്നെയല്ലേ ഞാനും ചിന്തിച്ചത്? എൻ്റെ ഹൃദയമാകുന്ന ചെറിയ കക്ക കൊണ്ട് ദൈവത്തെ അളന്നൊഴിക്കുവാനല്ലേ ഞാനും പരിശ്രമിച്ചത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക്, ബോധത്തിലേക്ക് വിശുദ്ധൻ കടന്നു വരികയാണ്.
അദ്ദേഹം അവിടെ നിന്നും ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി ഒരിക്കലും ഇത്തരത്തിൽ ദൈവത്തെ സംശയിക്കുന്ന, ദൈവത്തെ പരീക്ഷിക്കുന്ന, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന രീതിക്കുള്ള ചിന്തകളൊന്നും തന്നെ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഹൃദയത്തിലൂടെ പോവുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക്, ശക്തമായ തീരുമാനത്തിലേക്ക് അദ്ദേഹം വന്നെത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? ദൈവം എന്നെ കാണാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ദൈവം എന്നെ പരീക്ഷിക്കുന്നതാണോ, ദൈവത്തിന് എന്നോട് സ്നേഹമില്ലേ, അല്ലെങ്കിൽ നന്നായിട്ട് എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ മനുഷ്യ സഹജമായിട്ട് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചെന്നിരിക്കും, ദൈവം അയാളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്, ദൈവം അയാൾക്ക് എല്ലാം നൽകുന്നുണ്ട്, അതിൽ കവിഞ്ഞ സ്നേഹവും സമ്പത്തും ഒക്കെ ആ വ്യക്തിക്ക് നൽകുന്നുണ്ട്, അപ്പോൾ ദൈവത്തിന് എന്തുമാത്രം ഇഷ്ടമായിരിക്കും അയാളെ. പ്രിയമുള്ളവരെ, നമുക്കൊരിക്കലും അളക്കാൻ പറ്റാത്ത സ്നേഹമാണ്, ആരോടും ഏറ്റക്കുറച്ചിലുകളില്ലാത്ത സ്നേഹമാണ് ദൈവത്തിനുള്ളത്. പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതും ദൈവത്തിൻ്റെ സ്നേഹമാണ്, സന്തോഷങ്ങൾ വരുമ്പോൾ അതും ദൈവത്തിൻ്റെ സ്നേഹമാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ നനച്ചിരിക്കാത്ത നേരത്ത് വരുമ്പോൾ അതും ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇതൊക്കെയും നമ്മുടെ സ്നേഹം പരിശോധിച്ചറിയുവാനുള്ള ദൈവത്തിൻ്റെ തന്ത്രങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാണ് ഈ ഒരു വേദനകളൊക്കെ. അതൊക്കെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സംശയിക്കാതെ, ദൈവസ്നേഹത്തെ സംശയിക്കാതെ, ദൈവത്തിൻ്റെ കഴിവുകളെ സംശയിക്കാതെ ആ വിശുദ്ധൻ ഉറച്ചൊരു തീരുമാനം എടുത്തതുപോലെ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ വചനങ്ങളും നമ്മെ പ്രാപ്തരാക്കട്ടെ. വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.